ഇൻഫന്റ് ജീസസ് സിറോ മലബാർ കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജിബീനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഫാദർ ജിബീനെ ഓണർ ചെയ്തുകൊണ്ട് നമ്മുടെ സർഗത്തിൻ്റെ ചെയർമാൻ മൃദുൽ സദാനന്ദൻ ബൊക്കെ കൊടുക്കുന്നു. താങ്ക് യു അച്ഛ, താങ്ക് യു മൃദുൽ. ആദ്യമായിട്ട് നാട്ടിലെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് അധ്യക്ഷ പ്രസംഗമാണ്, പ്രസിഡൻഷ്യൽ സ്പീച്ചാണ്. സർഗത്തിനെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്ന, അതിൻ്റെ പുറകിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന സർഗത്തിൻ്റെ പ്രസിഡന്റ് വിൽസൺ നെച്ചിക്കാട്ടിനെ പ്രസിഡൻഷ്യൽ സ്പീച്ചിനായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും 1000 ആശംസകൾ നേരുന്നു. നമ്മൾ 1-2 മാസക്കാലമായി അധ്വാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇവിടെ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം നടത്തുവാൻ സാധിച്ചത്. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാ സർഗം ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹാർദവമായ സ്വാഗതം, നന്ദി. വളരെയധികം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന കമ്മിറ്റി മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, വോളണ്ടിയേഴ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി, നിങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം, നിങ്ങളാണ് ഞങ്ങളെ കൂടുതൽ നല്ല പ്രോഗ്രാമുകളിലേക്ക്, കൂടുതൽ ഡെഡിക്കേഷനിലേക്ക്, കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ ഏരിയയിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും. സർഗം ഇന്ന് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നങ്ങൾ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫൗണ്ടേഴ്സും മുന്നുള്ള പ്രസിഡന്റുമാരും മറ്റുള്ള കമ്മിറ്റി മെമ്പേഴ്സും ഈ കമ്മ്യൂണിറ്റി ഒന്നായി പ്രയത്നിക്കുന്നതിൻ്റെ ഒരു അനുഭവ ഫലമാണ്. ഞങ്ങളുടെയൊക്കെ ചില പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഇരച്ചു കയറി അതിനെ പാച്ച് ചെയ്യുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ് സർഗം എന്ന് പറയുന്നത്. നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ ഈ വോളണ്ടിയേഴ്സും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സുമാണ്. ഞാൻ ആദ്യം നീട്ടുന്നില്ല, ഒരു ചെറിയ മെസ്സേജ് തന്നുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ്. ക്രിസ്മസ് എന്നാൽ സർവശക്തനായ ദൈവം സ്വയം ശൂന്യനായി മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ ദിനമാണ്. ദൈവം നമ്മോടൊപ്പം, ഇമ്മാനുവേൽ എന്ന അനുഭവമാണ് ക്രിസ്മസ്. ആന്തരിക പരിവർത്തനത്തോട് തുറവിയുള്ള ഏതൊരാൾക്കും ഇമ്മാനുവേൽ എന്ന അനുഭവം സ്വന്തമാക്കി അനുഭവിക്കുവാൻ പറ്റും. ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളാണ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ തന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് സ്വന്തം ജീവൻ മറ്റുള്ളവർക്കുമായി മാറ്റിവെച്ചതുപോലെ നമ്മൾക്കും മറ്റുള്ളവർക്കായി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ അനുഭവം നമ്മുടെ സഹോദരങ്ങളിലേക്കും നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളിലേക്കും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും നമുക്ക് പങ്കുവെക്കാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള തുറന്ന പുസ്തകമാക്കി മറ്റുള്ളവർ നമ്മെ അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ, നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ, കൂട്ടായ്മയുടെ ഒരു ദിനമായി മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് ഈ സാക്രമെൻ്റിലെ എല്ലാ വ്യക്തികൾക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, Vilsa, for the excellent message. We appreciate that. അടുത്തതായിട്ട് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ അനേക വർഷങ്ങളിൽ സർഗത്തിൽ വളരെ ഇൻവോൾവ് ചെയ്തു. പ്രസിഡൻഷ്യൽ സ്ഥാനം കഴിഞ്ഞു, അതിൻ്റെ പ്രൊമോഷനായി ചെയർമാൻ സ്ഥാനം കിട്ടിയിരിക്കുന്ന മൃദുല സദാനന്ദനാണ്. ഇപ്പം ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റീനെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും ലീഡ് ചെയ്യുകയും പുഷ് ചെയ്യുകയും ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ഞങ്ങളെ ചെവിയിൽ പിടിക്കുകയും ചെയ്യുന്നതാണ് ചെയർമാൻ്റെ മെയിൻ ജോലി. അത് വളരെ ഭംഗിയായിട്ട് മൃദുല ചെയ്യുന്നുണ്ട്. സോ 2 വാക്ക് പറയാനായിട്ട് ചെയർമാൻ മൃദുല സദാനന്ദനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പുതിയ ന്യൂ ഇയർ ആശംസകളും മേരി ക്രിസ്മസ് വിഷ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇംഗ്ലീഷിലൊരു സ്പീച്ച് എഴുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം വിൽസൺ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നി ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ, ഞാൻ ചെയർമാൻ എന്ന സ്ഥിതിയിൽ ഇവിടെ ഇരിക്കുമ്പം ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദ ടീം. ഇതിൻ്റെ ബിഹൈൻഡ് സീനിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി ഈ വർഷം ഓൾമോസ്റ്റ് എവറി ക്വാർട്ടറിൽ ഓരോ പരിപാടി ചെയ്യുക, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്ന കാണുമ്പം ഇറ്റ്സ് റിയലി പ്രൗഡ് ഓഫ് ദ ഹോൾ ടീം. പിന്നെ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തുന്ന കുറേ കമ്മ്യൂണിറ്റി, കുറേ മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ സർഗത്തിൽ. അതാണ് എപ്പോഴും സർഗത്തിൻ്റെ വിജയം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതാണ് ഈ ക്രിസ്മസ് മെസ്സേജ് ആയാലും ന്യൂ ഇയറിൻ്റെ ഹോപ്പ് ആയാലും സർഗത്തിൻ്റെ ഹോപ്പായാലും ഒക്കെ അതാണ്. ഒരു ഡെഡിക്കേറ്റഡ് വളണ്ടിയേഴ്സ് എപ്പോഴും സർഗത്തിന് ഇല്ലടത്തോളം കാലം സർഗത്തിന് എപ്പോഴും വളർച്ച മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനിയും ഭാവിയിലും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. പിന്നെ എല്ലാവരോടും ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. സർഗം ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പം ഭാവിയിലും നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്ന് സഹായിക്കണം. അങ്ങോട്ട് വന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് നിങ്ങൾക്ക് സർഗത്തിലേക്ക് ചെയ്യേണ്ടത് എന്ന് ഭാവിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ട് എപ്പോഴെങ്കിലും. സോ വിഷിംഗ് എവറിബഡി എ മേരി ക്രിസ്മസ് ആൻഡ് എ ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു ബ്രദർ. വളരെ ചുരുങ്ങിയതാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജായിരുന്നു. അഗെയിൻ വി താങ്ക് യു, റിയലി താങ്ക് യു. ബൈ. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന ഫാദർ ജിബിയാണ്. ഞാൻ വെൽക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇൻഫൻറ്റ് ജീസസ് കാത്തലിക് ചർച്ചിൻ്റെ വികാരിയായിട്ട് സേവനം ചെയ്യുന്ന ജിബി അച്ഛൻ ഇവിടെ വന്നിട്ട് അധികം നാളായില്ല. അച്ഛനെ നിങ്ങൾക്ക് അതുകൊണ്ട് അധികം പേർക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അച്ഛൻ ഇന്നിവിടെ വന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു മെസ്സേജ്, ക്രിസ്മസിൻ്റെയും പുതുവത്സര ഇയറിൻ്റെയും നല്ലൊരു മെസ്സേജ് തരാൻ ക്ഷണിച്ചപ്പോൾ ഒരു മടിയും കൂടെ അതിനെ സമ്മതിക്കുകയും ഇവിടെ വരികയും ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടെ ജിബി അച്ഛനെ ഗസ്റ്റ് മെസ്സേജ് തരാനായിട്ട് ക്ഷണിക്കുന്നു. ഇവരെല്ലാവരും മലയാളം പറഞ്ഞതുകൊണ്ട് ഞാനും മലയാളം പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ മൃദുലേട്ടൻ ചെവിക്ക് പിടിക്കുന്ന ആളാണെന്നാണ് സെറിലേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ചെവിക്ക് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ സർഗത്തിൻ്റെ ചെയർമാൻ മൃദുൽ ചേട്ടൻ, സെറിലേട്ട, പ്രസിഡൻറ്റ് വിൽസൺ ചേട്ട, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അതൊരു സന്തോഷത്തോടെ എന്നോട് 5 മിനിറ്റ് സംസാരിക്കണം എന്നാട്ടോ പറഞ്ഞേക്കുന്നേ. ഇവർ പറഞ്ഞതുപോലെ പെട്ടെന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് നുള്ളു കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റ് സംസാരിക്കുവേ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഈ ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് തുടങ്ങാമെന്ന് ഈ ഒരു മെസ്സേജ് നമുക്ക് അടുത്തിരിക്കുന്ന വി ഷൽ ജസ്റ്റ് ഗിവ് എ ഷെയ്ക്ക് ഹാൻഡ് ടു ഈച്ച് അതർ ആൻഡ് വിഷ് ദം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓൾറൈറ്റ്. വിൽസൺ ചേട്ടൻ പറഞ്ഞു ഈ സർഗത്തിൻ്റെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു 2 മാസമായിട്ട് നടക്കുന്ന ഒരുക്കങ്ങളാണ് ഇത് എന്ന്. ശരിക്ക് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ യഹൂദ ജനതയുടെ ഒരു 2000 വർഷത്തിൻ്റെ ഒരുക്കത്തിൻ്റെ പരിസമാപ്തിയിലാണ് ക്രിസ്തുമസ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അബ്രാഹമാണ് യഹൂദ ജനതയുടെ പിതാവായിട്ട്, ആദ്യമായിട്ട് യഹൂദ ജനതയുടെ ആ ഒരു വിളി സ്വീകരിക്കുന്ന ആൾ അബ്രാഹമാണ് യഹൂദ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത്.
അബ്രാഹാം ജീവിച്ചിരുന്നത് BC 2000-നും 1900-നും ഇടയ്ക്കാണ് എന്ന് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നമുക്ക് കാണാനായിട്ട് പറ്റും. ദാവീദ് രാജാവ് ജീവിച്ചത് BC 1000-ലാണ്. അങ്ങനെ ചരിത്രത്തെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ ജനന തിരുനാളാണ് നമ്മൾ ക്രിസ്തുമസിൽ ആഘോഷിക്കുന്നത്. ചരിത്രത്തെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ജൂലിയൻ കലണ്ടർ ആയിരുന്നു 1500 വരെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് ലോകം മാറുന്നത് എന്ന് നമുക്കറിയാം. ആ ഒരു ചരിത്രത്തെ AD എന്നും BC എന്നും, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആനോ ഡൊമിനി, ദ ഇയർ ഓഫ് ദ ലോർഡ്, അങ്ങനെ ഒരു രണ്ടാക്കി ആ ചരിത്രത്തെ തിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ജനനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ സെക്കുലറിസം എല്ലാം കൂടി വരുമ്പോൾ ഇതിനെ ഈ AD ആൻഡ് BC എന്നതിനെ നമ്മൾ CE ആൻഡ് BCE, ബിഫോർ കോമൺ ഈഴ ആൻഡ് കോമൺ ഈഴ എന്ന് മാറ്റാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഒരു നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് AD BC എന്നുള്ളത് മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു ചരിത്രത്തെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് ക്രിസ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ ഒരൊറ്റ സന്ദേശം മാത്രം നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. ഒരൊറ്റ സന്ദേശം മാത്രം മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. ക്രിസ്തു ഈ 2000 വർഷത്തെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കം കൊണ്ട് വന്നതാണ്. യഹൂദ ജനതയുടെ 2000 വർഷത്തെ ഒരു പ്രിപ്പറേഷന് ശേഷം ക്രിസ്തു വന്നിട്ട് പറഞ്ഞ ഒറ്റ വാക്ക്, നമുക്ക് വേണ്ടി പറഞ്ഞ വാക്കുകളിലെ മുഴുവൻ സംഗ്രഹം എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞതിനെ മുഴുവൻ ഈ നിയമത്തെയും പ്രവാചകന്മാരെയും ഒറ്റ വാക്കിലേക്ക് ചുരുക്കാം. അതെന്ന് പറയുന്നത്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ ഒരൊറ്റ വാക്ക് ഈ ക്രിസ്തുമസിന് വേണ്ടിയിട്ട്, ന്യൂ ഇയറിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും മറ്റുള്ളവരെ, നിന്റെ അടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പരസ്പരം ഒന്ന് ഹാപ്പി ന്യൂ ഇയർ, അല്ലെ ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്തിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി, പിന്നീട് കമലസുരയ്യായി മാറിയ മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ മതിലുകൾ എന്നൊരു ചെറുകഥയുണ്ട്. ബഷീറിന്റെ മതിലുകളല്ല കേട്ടോ, ബഷീറിന്റെ മതിലുകൾ നോവലാണ്. ഇത് മാധവിക്കുട്ടിയുടെ മതിലുകൾ എന്ന് പറയുന്ന ചെറുകഥയാണ്. ഇതിനകത്ത് അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാരം ഇതാണ്, ആ കഥയുടെ സാരം ഇതാണ്: മനുഷ്യൻ അവൻ്റെ മനസ്സിൽ സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പേരിൽ മതിലുകൾ കെട്ടി തന്നെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചു നിർത്തുന്നു എന്ന് മാധവിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ മനസ്സിൽ അവൻ്റെ സമ്പത്തിൻ്റെയും അവൻ്റെ സൗഭാഗ്യത്തിൻ്റെയും അവൻ്റെ ആർഭാടത്തിൻ്റെയും പേരിൽ മതിലുകൾ കെട്ടിയിട്ട് മറ്റുള്ളവരെ അവൻ്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. മതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാവുന്ന കേട്ടോ. മതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം മതി ഇതിലെ എന്നാണ്. മതി ഇതിലെ എന്നുള്ളതാണ് മതിൽ എന്ന് പറയുന്നത്. മതി ഇതിലെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സൗഭാഗ്യത്തിലേക്ക്, എൻ്റെ സമ്പത്തിലേക്ക് അയൽക്കാരനായ നീ വരുന്നത് ഇതുവരെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഉയർത്തുന്ന ഒരു തടസ്സമാണ് എന്ത്? മതിൽ എന്ന് പറയുന്നത്. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്: ഈ മതിലിന് ഒരു വാതിൽ പണിയുക എന്നുള്ളതാണ്. ഈ മതിലിന് ഒരു വാതിൽ പണിയുക. മതിൽ എന്ന വാക്കിന്റെ അർത്ഥം മതി ഇതിലെ എന്നാണെങ്കിൽ വാതിൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം വാ ഇതിലെ എന്നാണ്. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സൗഭാഗ്യത്തിലേക്ക്, എൻ്റെ അയൽക്കാരനായ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കെട്ടി ഉയർത്തിയ മതിലിൻ്റെ അടുത്ത് ഒരു വാതിൽ പണിയാനായിട്ട്, ആ മതിലിനൊരു വാതിൽ പണിയാനായിട്ട് ഈ ആഘോഷം നമുക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ സമയം അവസാനിക്കുകയാണ്. ഒരൊറ്റ കവിതയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കവിത ഇങ്ങനെയാണ്. എഴുതിയത് ആരാണെന്ന് മറന്നു കേട്ടോ, കുറെ കാലം മുന്നേ വായിച്ച ഒരു കവിതയാണ്. കവിത ഇങ്ങനെയാണ്: ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടരുതെന്ന് കരുതി നമ്മൾ അകത്തി നട്ട വൃക്ഷങ്ങൾ, ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടരുതെന്ന് കരുതി നമ്മൾ അകത്തി നട്ട വൃക്ഷങ്ങൾ മണ്ണുമാന്തി നോക്കിയപ്പോൾ അവയുടെ വേരുകൾ പരസ്പരം കൂട്ടുകൂടി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണാം.
ഒരിക്കലും ഇങ്ങനെ ഇലകൾ തമ്മിൽ, ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടരുതെന്ന് കരുതിയിട്ട് നമ്മൾ അകത്തി നട്ട വൃക്ഷങ്ങളാണ്. മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ ഇങ്ങനെ കൂട്ടുകൂടി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാണാം. പ്രകൃതി തരുന്ന പാഠം അതാണ് കേട്ടോ. പ്രകൃതി നമ്മളോട് പറയുന്ന ഇതാണ്: പരസ്പരം സ്നേഹിക്കാനായിട്ടാണ്, പരസ്പരം ക്ഷമിക്കാനായിട്ടാണ്, പരസ്പരം ഒരുമിച്ച് ജീവിക്കാനായിട്ടാണ്. ആ ഒരു പാഠം തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കായിട്ടുള്ള ഒരു നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതിയ ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെ സർവശക്തനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്തുമസും പുതുവത്സരവും പുതിയൊരു വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. ഈ ഒരു സാഹോദര്യത്തിൻ്റെ മുഖം ഈ സർഗത്തിന് ഉണ്ടാകുമ്പോൾ, സർഗത്തിന് അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആ മുഖത്തിന് ഒന്നുകൂടി ഒരു പുഞ്ചിരിയുടെ ഒരു പുതുമ നമ്മൾ നൽകുമ്പോൾ ഈ സർഗത്തെ നമുക്ക് സ്വർഗമാക്കാനായിട്ട് പറ്റും. അപ്പോൾ 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ 2025 നമുക്ക് സ്വർഗമാകട്ടെ. നന്ദി. താങ്ക് യു അച്ഛാ. വളരെ വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജായിരുന്നു. ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മെസ്സേജ്. പ്രത്യേകിച്ച് അവസാനം ആ കവിത എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യം, മണ്ണിനടിയിലാണെങ്കിലും വേരുകൾ തമ്മിൽ ബന്ധിച്ചു മരങ്ങളെ സുരക്ഷിതമായി മണ്ണിന് മുകളിൽ നിർത്തുന്ന ആ അവസ്ഥ, അതിൽ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എഗെയിൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശവും പുതുവത്സരത്തിൻ്റെ സന്ദേശവും നൽകിന്. താങ്ക് യു അച്ഛ. അടുത്ത നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ കൾച്ചർ പ്രോഗ്രാം. അതിലേക്ക് എല്ലാ ജനറൽ കമ്മിറ്റി മെമ്പേഴ്സും ദയവായിട്ട് പെട്ടെന്ന് ഈ വേദിയിലേക്ക് കടന്നു വരിക. എഗെയിൻ all the general committee members, please come to the stage as soon as you can. താങ്ക് യു എവരി വൺ. നമ്മുടെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് പ്രസിഡന്റ് വിൽസന് കൈമാറുകയാണ്. താങ്ക് യു. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാം, ഒരു കൾച്ചറൽ ഇവൻ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച, ഇതിനെ ലീഡ് ചെയ്യുന്ന സർഗത്തിൻ്റെ കൾച്ചറൽ കോർഡിനേറ്റേഴ്സിനെ ഹാർദപൂർവ്വം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hello everyone, a warm welcome to today's cultural show. Due to some inconvenience, Praveen couldn't come. My name is Arya. ഒരുപാട് പേരുടെ എഫേർട്ടാണ് നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. കുറേ ദിവസത്തെയും എഫേർട്ട് ഒരു കുറച്ച് നിമിഷങ്ങൾ നിങ്ങളിവിടെ കാണുമ്പോൾ എല്ലാവരെയും എൻകറേജ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലെറ്റ്സ് ബി റെസ്പെക്ട്ഫുൾ. പ്രോഗ്രാമിൻ്റെ ഇടയിൽ എഴുന്നേക്കാതിരിക്കാൻ നോക്കുക, അൺലെസ് ഇറ്റ്സ് എൻ എമർജൻസി. I would also like to take this opportunity to thank Sangeeta Chechi and my husband Arun for all the support they extended and for burning the midnight oil with me. Also, my daughters Ritu and Tara for being my cheerleaders as much as I am theirs. So, let's welcome today's MCs.
So we have Anjana Jeevan, a loud applause please. Anjana Jeevan, Vedika Vinesh, Elizabeth Murikan, Thomas Murikan, Ganga Nair, Sriyom Karthik. So let's all enjoy this cultural show. Thank you.